ഭയതും പോലെ എനിക്കിപ്പോൾ എവിടെന്നെങ്കിലും പോലെ പൊട്ടിയ വള കിട്ടുമോ നോക്കി ഞാൻ നടക്കുകയാണ്. ഒരു പൊട്ടിയ മോതിരം കിട്ടുമോ? ഞാനിപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ 12,000 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 ദിവസം കടല്ല, ഒരു വിഷമവുമില്ല. അള്ളാഹു ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. ഇത്രയും പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ഉറുപ്പ്യ കടല്ല. ഇപ്പോൾ 850 കുടുംബം ഉണ്ടാവും. ഇപ്പോൾ 1000-ഓളം ആകുന്നപ്പോൾ തോന്നുന്നത്. കുറച്ചിങ്ങനെ ഒരുങ്ങിയതാണ്. പിന്നെ ഒരു തലമുറ, അത് വയതിൽ പറയാൻ പറ്റൂല, ഒരു തലമുറ അതൊരു നിർണായക ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ദേവർഷോൽക്കൊന്നും ഒരു പടിയില്ലാത്തത് കൊണ്ട് കുറേ കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ട് കരുതരുതട്ടാ. ഞാനും ഇവരൊക്കെ പോലെ ചെറിയ സ്ഥാപനം നടത്തുന്ന ആളാണ്, കുറേ കുട്ടികളെയും പോയിട്ടുണ്ട്. അങ്ങനൊന്നും ഒരു പണി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ കെട്ടിച്ചടക്കാന്ന് തോന്നരുതട്ടാ. ഒരു നിർണായക ഘട്ടത്തിലാണ് 2014 ആ ജില്ലയിൽ 100 ചില്ലാനും പെൺകുട്ടികളുടെ ഈമാൻ തെറിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അത് മൈക്കിലൂടെ പറയാൻ പറ്റൂല. അപ്പോൾ അവിടുത്തെ ഉസ്താദുമാരും ഉമറാക്കൾക്ക് കൂടി അങ്ങ് ഇറങ്ങിയതാണ്. അൽഹംദുലില്ലാ, ഇന്ന് അങ്ങനത്തെ ഒന്നും കേൾക്കുന്നില്ല, ഇന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈ ഒരു തലമുറ കൂടെ അങ്ങ് ആയാൽ ഒക്കെ റാഹത്താവും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ ഈ കല്യാണ വിഷയത്തിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് വളരെ പാവങ്ങൾ, ഈ പാടി എന്നൊക്കെ പറഞ്ഞാൽ ചായത്തോട്ടത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പാവങ്ങളെ 30-35 വയസ്സായ പെൺകുട്ടികളൊക്കെ ഒരു ഉമ്മയുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന്. 10-36 വയസ്സിലൊരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഉമ്മാൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വർണം കൊടുക്കുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ആ ഉമ്മ ഉണ്ട് ഒരു കരച്ചിൽ. ആ ഉമ്മ പറഞ്ഞത് എന്താ അറിയോ? ഈ 36 വയസ്സിൻ്റെ മോൾക്ക് ഇതുവരെ എൻ്റെ കുട്ടി ഒരു സ്വർണത്തിൻ്റെ മോതിരം പോലും ധരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാടികൾ താമസിക്കുന്ന ആ പാവങ്ങൾ. അവർക്ക് കഴിഞ്ഞ കൊല്ലം വരെ അവർക്ക് റൂമുകളൊക്കെ ഉണ്ടാക്കി ഒരു 10-25 ഉറുപ്പ്യ ഒപ്പിച്ച് കൊടുക്കാമെന്ന് കൊല്ലം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ നമ്മളൊരു മോളെ ഇറക്കി വിടുമ്പോൾ നമ്മളെ സ്ഥിതി എന്താ, അത് ഓർത്തിട്ട് അങ്ങനെ ശൈഖുന പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, തട്ടാൻ പറ്റൂല. കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ കേട്ട് കാണും, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പല ആളുകൂടെ വന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉമ്മയോട്, ഉമ്മ 800ഓളം കുടുംബമായി, ഞാൻ അടുത്ത കൊല്ലാക്കാറ്. ആ ഉമ്മ മോൾക്ക് പുതിയാപ്ല ശരിയായ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത കൊല്ലാക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ഉമ്മയുടെ മനസ്സ്, ആ വെപ്രാളം കണ്ണീര് കാണണം. എന്നിട്ട് ആ ഉമ്മ പറയുക, എൻ്റെ 2 കിഡ്നി വിൽക്കാൻ വല്ല വഴിയുണ്ട്. ആ ഉമ്മയുടെ വാക്ക് അതുപോലെ പറയാം, ഇത് വിറ്റിട്ടെങ്കിൽ എൻ്റെ കുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വഴി. ഒരു തള്ളൻ്റെ മനസ്സാണ്. മോളെ, നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള 30, 35, 25 വയസ്സുള്ള പെൺമക്കളുണ്ട്. 25, 30, 50 പവനൊക്കെ ധരിച്ച് നടക്കുന്ന മോളെ, നിങ്ങളെപ്പോലത്തെ പാവങ്ങൾക്ക് ഒരു ചെറിയ മോതിരെങ്കിലും കൊടുത്തിട്ട് അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിക്കണേ എന്ന് എൻ്റെ പെൺമക്കളോട്, എൻ്റെ പെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പാന ജീവിതത്തിൽ കാണാത്തൊരു പെണ്ണ്. കാരണം ആ പെണ്ണിൻ്റെ 1 വയസ്സ് തികഞ്ഞപ്പോഴേക്കും വാപ്പ മരിച്ചു പത്രേ. ഉമ്മ എന്നൊരു തണല് ആ പെണ്ണിനങ്ങനെ നോക്കി 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 വർഷങ്ങളോളം 30 വയസ്സിലേറെ വളർത്തി. ഉമ്മാൻ്റെ ദുആ, എൻ്റെ മോൾക്കൊരു ജീവിതം കിട്ടിയിട്ട് മരിക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ, ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോൾ ഈ ദീനുള്ള പെൺകുട്ടി പാടന്തറ മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താണ് ആ കുറിപ്പ് അറിയോ? എൻ്റെ ഉപ്പാൻ്റെ മുഖം കണ്ടിട്ടില്ല. ഉമ്മ ഒരു തണലുണ്ടായിരുന്നു, ഉമ്മയും പോയി. ഇനി ഞാൻ കുടുംബ വീട്ടിൽ, ഒരു ചെറിയ പെൺകുട്ടിയല്ലല്ല, 10-30 വയസ്സ് കഴിഞ്ഞ പെണ്ണല്ലേ, കുടുംബ വീട്ടിൽ താമസിക്കണം. അപ്പോൾ ഒരു ഭാരമാകും. റസൂലുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ എന്തെങ്കിലും വഴി. ആ പെണ്ണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഇസ്ലാമിലുണ്ടോ? മോളെ അരുത്, അല്ല മോളെ കൊടുക്കൂല. എൻ്റെ സഹോദരങ്ങളെ, പാടന്തറ മർക്കസിൽ നടന്ന ആ സമൂഹ വിവാഹങ്ങളിൽ ഇതുപോലത്തെ കുറേ പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുതെ ഇറങ്ങിയതല്ല. നിങ്ങളുടെ ഒരു സഹായം, അടുത്ത ഏപ്രിൽ 5-ാം തീയതി 850ഓളം പാവങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ വിഷമമില്ലാത്തവരൊന്ന് വരുമോ? 1000ങ്ങളുടെ കണ്ണീര് കാണാം. ഈ പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണീരൊന്ന് കാണുമോ? നിങ്ങളൊന്ന് വരണേ എന്ന് ബഹുമാനപ്പെട്ട് ഇരുത്തി നിങ്ങൾ ക്ഷണിക്കുന്നതോടുകൂടെ എന്തെങ്കിലും ആ പാവങ്ങൾക്ക്, നമ്മുടെ മോളിറക്കുമ്പോഴുള്ള വിഷമത്ര, അതുപോലെ ഈ 10-850 പാവങ്ങൾക്കൊരു ജീവിതം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഉമ്മപെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്ന മലീമസമായ ചുറ്റുപാടിൽ, വളരെ മലീമസമായ ചുറ്റുപാടിൽ ആർക്കും ആരെയും വേണ്ട. പഴയകാലത്ത് പെൺകുട്ടികൾക്ക് ഉപ്പ ഉമ്മ
ഹൃദയത്തിന്റെ ഉള്ളറയുള്ള മാണിക്കക്കല്ലുകളായിരുന്നു, മുത്തുകളായിരുന്നു. പക്ഷേ ഇന്ന് 17-18 വയസ്സുള്ള പെൺകുട്ടികൾ പോലും എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, അതല്ലെങ്കിൽ പുതിയാപ്പിള വേണ്ട, ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു. അതോടുകൂടെ മോളെ വാപ്പ പറയാ, മോളെ ഒരു ജീവിതം, വാപ്പ ഉപ്പ ഉമ്മ, ആ 2 മുത്തുകൾ പോലും പറഞ്ഞാൽ ഒരു അനുസരണമില്ലാത്ത പെൺകുട്ടികൾ മക്കളെ പെൺകുട്ടികളോട് പറയുന്നു, മോളെ ഈ മഹാന്മാരെ സദാത്തുക്കളെ ഉസ്താദുമാരെ എല്ലാം ഇരുത്തി എൻ്റെ കുട്ടികളോട് പറയുന്നു, എൻ്റെ പെൺമക്കളുടെ പ്രായത്തിലുള്ള മോളോട് പറയുന്നു, മോളെ അരുത്, മോളെ അരുത്, അതിരുവിട്ട് നീ സംസാരിക്കരുത്. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പറയാൻ റസൂലുള്ളാഹിനെ പറയാനുണ്ട്, അല്പം അത് സമയം നഷ്ടപ്പെട്ടു പോകും. ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുന്നു, മക്കളെ അരുത്, ജീവിതം നശിപ്പിക്കരുത്, ഈ പ്രസരിപ്പ് കാലം നിങ്ങളുടെ നല്ല ഭാവി തുലക്കരുത്. 4-5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും വേണ്ടാത്ത ചില അവസ്ഥകൾ വരും, സ്ഥിതിഗതികൾ അങ്ങനെയാണ്. ചിലപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വിരലുകൾ കടിക്കേണ്ടി വരും. മക്കളെ, ഒരു ജീവിതമാണ് കുടുംബ ജീവിതം, അതാണ് മോളെ ഏറ്റവും വലിയ ബറക്കത്തുള്ള ജീവിതം. അത് നഷ്ടപ്പെട്ട് എന്ത് ജോലിക്ക് പോയിട്ട് ഏത് വേങ്ങരങ്ങാടിയിൽ ചെമ്മാട്ടങ്ങാടിയിൽ ചെന്നിട്ട് 6000-7000 രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കാര്യം നിൽക്കണമെന്നുള്ള ചിന്തയുമായി മോളെ നീ ഇറങ്ങിത്തിരിച്ചാൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കെട്ട് ജീവിക്കണ്ട. ആ ഗതികേട് മോളെ വന്നു പോകരുത്. എവിടെ ചെന്നാലും എത്ര പഠിച്ചാലും ഏത് പഠിക്കണമെന്നല്ല, അത് ഞാൻ ആ വിഷയം വാട്സപ്പ് ലോകമാണ്. ഇത് എതിരി എഴുതാനും നിരൂപിക്കാനും ആളുകളുണ്ടാവും. ഞാൻ ധാരാളം കുട്ടികളെ വളർത്തുന്നവരാണ്. പെൺകുട്ടികളെ നല്ലതുപോലെ പഠിപ്പിക്കണമെന്ന് വാശി പിടിച്ച് പഠിപ്പിക്കുന്നവരിൽ ഒരുവനാണ്. പാടന്തറ മർക്കസിൽ ഇന്നും ധാരാളം പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. ഞാനത് ഒരിക്കലും അതിനെതിരില്ല, എതിരാളിയല്ലെന്ന് നിങ്ങൾ ഓർക്കണം മോളെ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാ, ആയുസ് തുലക്കരുത്, ഭാവി തുലക്കരുത്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം, ജീവിതം നശിപ്പിക്കരുത്. സ്വന്തം കാര്യം നിൽക്കണം, ഭർത്താവിന്റെ കീഴിൽ നിൽക്കാൻ ഒരു മടി. പക്ഷേ മോളെ നീ പഠിച്ചിട്ട് ആരുടെ കാര്യം കീഴിലാണ് നിൽക്കേണ്ടത്, എവിടെയാണ്, ഏത് കടകളിലാണ്, ഏത് സ്ഥലത്താണ് മോളെ ഓർക്കണം. നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പെൺകുട്ടികൾ നെഞ്ചത്ത് കൈവച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് എടുക്കുന്ന ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രം ഇരിക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ചൊല്ലു മുസ്ലിമീങ്ങളെ, മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി, യാസീൻ റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമസ്സക് ബിൻ നബി വകുല്ലു സഅബിൻ, റസൂലുള്ളാഹിനെ പിടിക്കുന്ന ഒരാളും കൊടുക്കില്ല. നബി തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തായ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കുന്ന ഒരൊറ്റ കുട്ടിയെ അല്ലാഹു ഖൈബാക്കില്ല. പടച്ച റബ്ബ് അതിനുള്ള വഴികൾ കാണിച്ചു തരും, വിജയത്തിന്റെ ഭാഗങ്ങൾ തുറന്നു തരും, വിജയത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. റസൂലുള്ളാഹ് നബി തങ്ങളെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം അത് നഷ്ടമാണ്, ഖേദിക്കേണ്ടി വരും, അപകടമാണ്. യുവാക്കളെ, ദിവസത്തിൽ ഒരു 10 മിനിറ്റ് പോലും ബന്ധം സ്ഥാപിക്കാതെ നമ്മൾ ജീവിച്ചു പോയാൽ നഷ്ടമല്ലേ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ദൈനി യാ റസൂലല്ലാഹ്, ഏത് മനുഷ്യനും പറയാനും ചൊല്ലാനുമുള്ളത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു മുത്ത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങളെ ഞാൻ എൻ്റെ പെങ്ങളോട്, ഉമ്മമാരോട്, ഈ സദസ്സിലുള്ള മുഴുവൻ ജ്യേഷ്ഠാനുജന്മാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ നബി തങ്ങളെ നമ്മൾ മറക്കരുത്. അത് റബീഉൽ അവ്വൽ എന്നല്ല, ഒരു കാലത്തും എല്ലാ ദിവസവും ഒരു ചെറിയ അടുപ്പം, മദീനയുമായി ഒരു ചെറിയ ബന്ധമെങ്കിലും 100 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഒരു ചെറിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മ എന്തിനു പറ്റും? സഹോദരങ്ങളെ, അത് മറ്റൊരാളെ അറിയിക്കാനോ വാട്സപ്പിലൂടെയോ മറ്റോ പ്രചരിപ്പിക്കാനോ അതൊന്നുമല്ല. നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി, ചൊല്ലണേ മുഹമ്മദ് മുസ്തഫ, നബിത്തങ്ങളും കാണുന്നുണ്ട്. ഒരു ചെറിയ അടുപ്പം എല്ലാ ദിവസവും. എന്താ
ഉമ്മമാരെ നമുക്ക് ചെയ്തുകൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വർക്കാമീൻ പറഞ്ഞോളൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ ശത്രുവാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചു പോയ ഒരു മനുഷ്യൻ ആരാണ്? മുഹമ്മദിന്റെ തലയെടുക്കുന്നത് അവർക്ക് എന്റെ വക 100 ഒട്ടകം. അങ്ങനൊന്നും ലോകത്ത് കഴിഞ്ഞില്ലേ? അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി കൊടുക്കട്ടെ. അള്ളാഹു നബി തങ്ങളുടെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കട്ടെ. ഭാര്യമാർക്ക് അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കുന്നവർക്ക് എന്റെ വക 100 ഒട്ടകം. അങ്ങനൊക്കെ കഴിഞ്ഞു. എന്തെല്ലാം ഇപ്പൊ ലോകത്ത് കഴിഞ്ഞത്? ഈ കാലയളവിൽ എന്തെല്ലാം പറഞ്ഞുപോയി കഴിഞ്ഞുപോയി. നോക്കൂ നിങ്ങൾ, ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നത് അവർക്ക് എന്റെ വക 100 ഒട്ടകം. അന്ന് അബൂജഹൽ പ്രഖ്യാപിച്ചു പോയി. എന്റെ സഹോദരിമാരെ, അന്നത്തെ ഉമർ, ഇന്നത്തെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്നത്തെ ഉമറാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ആ തല കൊണ്ടുവരാം. റസൂലുള്ളാഹിന്റെ തലയെ കുറിച്ചാ പറയുന്നത്. ഞാൻ ആ തല കൊണ്ടുവരാം. ഇത് പറഞ്ഞപ്പോ അന്ന് ഉമർ ഞാൻ ആ തല കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമയം എന്തൊരു സന്തോഷം അബൂജഹലിന്. വീട്ടിൽ ചെന്ന് ചിരിച്ചു കപ്പാന്നൊക്കെ പറയില്ലേ, പുരയിൽ പോയിട്ടേ എന്താ ചിരിയും തമാശയൊക്കെ അറിയോ. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേ ഇപ്പോ ഒരു പുതിയ ചിരി? സാധാരണ ചിരിക്കാത്തൊരു മനുഷ്യൻ ഇപ്പൊ ഈ സദസ്സില് ഭാര്യയോട് അടുത്ത കാലത്തൊന്ന് ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഇന്ന് ഈ വഴുത് കഴിഞ്ഞു പോയിട്ടൊന്ന് ചിരിച്ചാ നമ്മളെ പെണ്ണിനെ നെട്ടിപ്പോവില്ലേന്ന്. അജരെ നമ്മളെ പെണ്ണ് അജബായി പോലെ നമ്മളെ മുത്തിനെന്ത് പറ്റി തോന്നിപ്പോവില്ലേ? അടുത്ത കാലത്ത് ചിരിക്കാത്ത ആളുകൾ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ കാണാം. നമ്മുടെ വേങ്ങര പരിസരത്തൊന്നും ഇല്ല കേട്ടോ. ലണ്ടനില് ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ കേൾക്കപ്പെടുന്നു. ഭാര്യമാരുടെ മുഖത്തൊക്കെ ചിരിക്കൂല്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാട് കയറുന്നാവും. ഞാനങ്ങനെ സൂചിപ്പിച്ചാല് പ്രശ്നമാണ്. എത്ര ആളുകളാണെന്നറിയോ പള്ളിയിൽ ചെന്ന് എന്തൊരു നല്ല സ്വഭാവം, വീട്ടിൽ ചെന്നാല് പള്ളിയിൽ ചെന്ന നല്ല സ്വഭാവം, 4 ആള് കൂടുന്ന സ്ഥലത്ത് പറയേണ്ടതില്ല. ഒരു കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെയാണ് എന്തൊരു സ്വഭാവം എന്നറിയോ. വീട്ടിൽ ചെന്നാല് പൊന്നാരാചാര്യ നരിമോഡന് ചിരിക്കൂല്ല, മിണ്ടൂല്ല. ചില കുട്ടികളെ ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടും. ഉമ്മ ചോദിക്കെന്താ മക്കളെ, അവിടെ വാപ്പ വന്നിട്ടുണ്ട്. ഗൂഡല്ലൂരൊക്കെ ആനിറങ്ങിയാലേ പുലി ഇറങ്ങിയിട്ടുണ്ട്, കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല കുട്ടികൾ പറയാ, പൊരിയിൽ വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വാപ്പ? നബി തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അവിടുത്തെ ജീവിതത്തിലെ ചില ഭാഗത്തേക്ക് സൂചിപ്പിക്കുകയാണ്. എന്ത് ഉപ്പ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ കുളിർമയും സന്തോഷമൊക്കെ ഞാനൊന്ന് തുറന്നു പറയാം. യുവാക്കളെ, ഈമാനുള്ള പിതാക്കളെ, മഹബത്ത് വേണോ, മനസ്സമാധാനം വേണോ, ശാന്തി വേണോ, ബറക്കത്ത് വേണോ, ഐശ്വര്യം വേണോ? നമ്മുടെ ഭാര്യ മക്കളോട് കാണിക്കുന്ന ഒരു സന്തോഷം, ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കിട്ടുന്ന, ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ലഭിക്കുന്ന ആ ഒരു സമയം, അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു. അതെ, അപ്പോൾ തങ്ങളപ്പം എത്തുന്നവരെയുള്ള പ്രസംഗം. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്ത് നൽകട്ടെ. നിങ്ങളിവിടെ അടുത്തന്നെ ആയതുകൊണ്ടേ നല്ലോണങ്ങൾക്ക് അറിയാം. അള്ളാഹു അവിടെ ഇരുത്തി പറയുന്ന ഒരു അദബുകേട്. ഒരു വലിയ മുവഫക്കാണ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ. വല്ലാത്തൊരു മുവഫക്ക് തന്നെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കടലുണ്ടി ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും പാപ്പ ഒരു വലിയ മുവഫക്കാണ്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ എന്നോട് ഇത് പൂർത്തിയാക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ തുടങ്ങാൻ ഉപയോഗിച്ച് പെട്ടെന്ന് നിർത്താം. സാധാരണ അവർ വരുമ്പോൾ അങ്ങ് നിർത്തലാണ് പതിവ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ സഹോദരങ്ങളെ, സ്നേഹം വേണോ, സന്തോഷം വേണോ, ഭാര്യ മക്കൾ റസൂലുള്ളാഹിക്ക് നമ്മുടെ ഒരു മഹബത്ത് വേണോ, നമ്മുടെ ഭാര്യ മക്കളോട് നല്ല സന്തോഷം. എന്താ നിങ്ങളെ ഹാല്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പൊന്തണില്ലല്ല. ചിലപ്പോൾ കുറച്ച് കാടുകാരി പറയണം, ഇവരില്ലെങ്കിൽ ഞാൻ പറയും. ഈ സ്ത്രീകളില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വാഴ് കഴിഞ്ഞിട്ടേ തങ്ങളാപ്പാടെ നിശ്ചയത്തും ദ്വയും കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഇപ്പം നിങ്ങളോട് കേട്ടില്ലേ, കേട്ടില്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാം ആ കള്ള മൊയിലേരുന്നാൽ നമ്മളത് കേൾക്കേണ്ടി.
അപ്പൊ അതിനിടെ വരുത്തണ്ട ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും പറയാതിരിക്കാൻ വയ്യാന്ന്. ചില ആളുകൾക്കാണ് പുറത്ത് നല്ല സ്വഭാവം, വീട്ടിൽ ചെന്ന ഭാര്യയോട് ചിരിച്ചിട്ട് കാര്യത്തറിയുന്ന അറിയോ. ഇപ്പൊ ഒരാൾക്ക് നല്ലൊരു പ്രവർത്തകനാണ്, പക്ഷെ അയാളെ ഭാര്യയ്ക്ക് 7 മാസത്തെ ഹംലി വിശേഷമുണ്ട്. 7 മാസത്തെ പെൺകുട്ടിയോട് മിണ്ടിയിട്ടില്ല അത്ര. ഇപ്പം എന്തിനു പറ്റിയവനെ നിങ്ങൾ ആലോചിച്ചു, എന്തിനു പറ്റും അമീതുവരെ? നിങ്ങളൊക്കെ കൈപ്പെട്ടാണ്. എന്തിനു പറ്റുങ്ങളെന്ന് ആലോചിച്ച് നോക്കാണ്. ഭാര്യമാരോടൊക്കെ ഒന്ന് ചിരിച്ച് അൽഹംദുലില്ലാ, വല്ലാത്ത ബറക്കത്താ. 25 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ കല്യാണം കഴിച്ചിട്ട്, 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ട്, ആ ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ രണ്ടാമത്തൊരു പെണ്ണിനെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ഉമ്മ 65ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാണ്, അല്ല 50 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50 വയസ്സ് വരെ രണ്ടാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ഉമ്മയുടെ വഫാത്തിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരൊക്കെ റസൂലുള്ള കല്യാണം കഴിക്കുന്നത്. എന്നാൽ തന്നെ ആയിഷ ഉമ്മ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയി കൊടുത്താൽ അവിടെ നിന്ന് കണ്ണീരൊടുക്കും. റസൂലുള്ള കരയും, ഭക്ഷണം കൊടുത്താലും കരയും. ഒരിക്കൽ ആയിഷ ഉമ്മ ചോദിച്ചു, നബിയേ, ഖദീജ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത്ര പ്രായമൊന്നും എനിക്കില്ലല്ലോ, ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, ഞാൻ ചായ കൊണ്ടുവന്നാലും കരയും, ഭക്ഷണം തന്നാലും കരയും, എന്താണ് അവിടുത്തെ, എന്താ കരയുന്നത്? ആയിഷൂ, റസൂലുള്ള പറയാ, ആയിഷ ഒന്നുമില്ല, 25 കൊല്ലം ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു എൻ്റെ ഖദീജയുമായി. 25 കൊല്ലം എൻ്റെ ഖദീജയുമൊത്ത് ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു തുള്ളി ചായ, ഒരു തുള്ളി വെള്ളം കൊണ്ടുവാ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഖദീജ കൊണ്ടുവരും. നിങ്ങൾ ചായയുമായി വരുമ്പോൾ എൻ്റെ ഖദീജാനെ കണ്ണിലങ്ങ് പതിയാണ്. അപ്പം അറിയാതെ കരഞ്ഞു പോവുകയാണ്. ആയിഷമ്മ പറഞ്ഞൊരു ഖദീജ, അത് നമുക്കൊരുപാടാണ്. ഖദീജാനെ കൊണ്ട് കുടിക്കല്ലോ എന്നുള്ള ആ ശൈലി ഉണ്ടല്ലോ പിൻഗാമികൾക്ക്. ഇവിടെ 2 കല്യാണം കഴിച്ചവരാരെങ്കിലും ഉണ്ടാ? കയ്യേറ്റ പൊക്കല്ലി നിങ്ങൾ 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ജന്മനാ ഒരു പെണ്ണിന്റെ മദഹ് മറ്റൊരു പെണ്ണിനോട് പറയരുത് കേട്ടാ. ഖസ്റ ഖുസ്റാന മുബീന. പള്ളിക്കാട്ടിൽ വരെ കിടക്കാൻ പറ്റൂലട്ടാ, വല്ലാത്ത പാടേക്കാരം. 2 കല്യാണം കഴിച്ചവരോട് പറയാ സഹിച്ച് ജീവിച്ചാലേ. കഴിക്കാത്തവരോട് പറയാം അപ്പണിക്ക് പോകണ്ട, അപ്പണിക്ക് നിങ്ങൾ പോകല്ലേ മക്കളെ. 2 കല്യാണം കഴിച്ചവരെ കുറിച്ച് കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട. അവരെ ഹാലും വിധി അല്ലാഹുവേ അറിയൂ, അവരുടെ അവസ്ഥകൾ അല്ലാഹുവേ അറിയൂ. നമ്മളൊരാൾ കുറ്റം കുറവ് നോക്കാൻ പോകരുത്, നമ്മളൊരാളെ ചെറുതാക്കാനും പോകരുത്. പക്ഷേ ഞാൻ പറയാ, ചില ആളുകൾക്ക് ഇങ്ങനെ പുതിയ തലമുറക്കൊരു തോന്നലുണ്ട്. കുഴപ്പമില്ലാതിങ്ങനെ ഒരു തോന്നലേ. ഈ അടുത്തുള്ള ഒരാൾ പറഞ്ഞ പെണ്ണെ അവിടെ സമ്മതം തരികയാണ്, ഇലാ യൗമിൽ ഖിയാമ അപ്പൂ നിങ്ങൾ വെക്കണ്ടട്ടാ. ഒരു പെണ്ണ് ഈ ജാതികൾ സമ്മതം തന്നിട്ട് വേറെ പെണ്ണ് കെട്ടും നിങ്ങൾ വിചാരിക്കണ്ട. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾ അപ്പൂതി വെക്കണ്ട. ആമീർ ഉസ്താദിൻ്റെ വാതിലൊക്കെ പറയാറുണ്ട്, ഉസ്താദിനൊക്കെ ഞാൻ കേട്ടതാ. ആമീർ ഉസ്താദിൻ്റെ വാതിലൊക്കെ പറയാറുണ്ട്, ഒരു പെണ്ണിങ്ങനെ എന്താ പറയുക, ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുക. അപ്പോൾ ആ പെണ്ണ് മരണത്തോടെടുക്കുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞത്രേ, ഈ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നന്ദി എന്നുള്ള അരികത്തിലേക്ക് പോയിട്ടില്ല, കണ്ണടഞ്ഞ അപ്പം തന്നെ പോയി വേറെ കെട്ടും. നിങ്ങളെ എൻ്റെ ഖബറുമ്പുറത്തുള്ള വെള്ളം പറ്റുന്ന മുമ്പ് പോയി കെട്ടാൻ നിൽക്കരുതട്ടാ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നൊരു പെണ്ണാണ്, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോയി കെട്ടരുതട്ടാ. ഖബറുമ്പുറത്തെ വെള്ളമെങ്കിലും ബച്ചിട്ട് നിങ്ങൾ കെട്ടിയാൽ മതി. അങ്ങനെ ഇയാൾ നോക്കി നിങ്ങൾ ആ പെണ്ണ് മരിച്ചുന്ന് 7, 16, 40 ആണ്ടൊക്കെ കഴിഞ്ഞു, ഖബറിങ്ങ വെള്ളം പറ്റണില്ല എന്ന്. അപ്പം അളിയാക്കാനോട് പറഞ്ഞു, അളിയാക്കാക്ക് വേറെ പെണ്ണെട്ടിക്കൂടെ? നമ്മൾ അളിയാക്ക ചെറുപ്പക്കാരനല്ലേ. അപ്പം ഈ അളിയാക്ക പറയാടാ, എൻ്റെ താത്ത എന്നോട് വസിയത്ത് ചെയ്തിരുന്നടാ, ഖബറുമ്പുറത്തെ വെള്ളം പറ്റുന്ന മുമ്പ് ഞാൻ വേറെ കെട്ടരുത്. എൻ്റെ താത്ത ഒരു വലിയ കറാമത്തുള്ള താത്ത നിനക്കറിയില്ല, ഒരു കൊല്ലായടാ, എന്നിട്ടും ഖബറുമ്പുറത്തെ വെള്ളം പറ്റുന്നില്ല. അപ്പം ഈ അളിയൻകുട്ടി പറയാ, അളിയാക്ക താത്ത എന്നോട് വസിയത്ത് ചെയ്തിരുന്നു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഖബറിങ്ങ വെള്ളം ഒഴിക്കണമെന്ന്. ഈ ജാതികളൊക്കെ അപ്പൊ നിങ്ങളോട് ഞാൻ പറയാ, വേങ്ങരക്കാരോട് ഞാൻ പറയാം, അപ്പൂതി വെച്ചിട്ടേ എൻ്റെ പെണ്ണ് സമ്മതിച്ചിട്ടാണ് അപ്പൂതി വെച്ചിട്ട് വേറെ കെട്ടാം. ഈ നിങ്ങളെപ്പോലത്തെ ഒരു തോന്നലുണ്ട്. അപ്പടിക്ക് നിങ്ങൾ നിൽക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് ഏതാവട്ടെ,
ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു മുഹിബായ ഒരു വലിയ പാപ്പാനെ എത്തി പോയി നീട്ടാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വല്ലാത്ത സുഹൃത്താണ്. ആൾക്ക് അള്ളാഹു താല ഒരു പെണ്ണിലൂടെ 15 കുട്ടികളെ കൊടുത്തിട്ടുണ്ട്, ഒരു പെണ്ണിലൂടെ 15 മക്കള്. അപ്പം അയാൾ ചെന്നിട്ട് പെണ്ണിനോട് പറയാ, എനിക്കൊരു 20 കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിഷമാണ്, ഞാൻ വേറെ പെണ്ണിട്ടെ വെച്ചു. അപ്പോൾ ആ പെണ്ണുങ്ങൾ ഇത്ര പോരോലല്ലേ, ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴായി സംസാരം. അപ്പോൾ നിങ്ങൾ ഇത്ര പോരോലല്ലേ, നിങ്ങൾ മുഖേന 15 ഞാൻ പറ്റില്ലേ, 25 ഞാൻ പ്രസവിച്ചോളാം, എന്നാലും നിങ്ങൾ വേറെ പെണ്ണിട്ടില്ലേ എന്നാണ്. ഇതാ പറ്റങ്ങൾ. എന്നിട്ട് ഇവരെ വെച്ചിട്ടാണോ നമ്മളതൊന്നും പറയാൻ നിൽക്കണേ? അപ്പൂതിക്ക് നിൽക്കണ്ടാണ്. ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ വിഷയം മറന്നോ? അബൂജഹൽ വീട്ടിൽ ചെന്ന് ചിരിച്ചപ്പടേ ഭാര്യ ചോദിച്ചു, അവിടുന്ന് വിഷയം കാട് കയറിയത്. ഭാര്യ ചോദിക്കുക, എന്തേപ്പോ ഒരു പുതിയ ചിരി? ഒന്നുമില്ല, 5 മിനിറ്റ് കൊണ്ട് പെണ്ണ് മുഹമ്മദിന്റെ തല നമ്മുടെ വീട്ടുമുറ്റത്തെത്തും. ഞാൻ നിർത്തുക. ഞാനിവിടെ ഉപ്പാപ്പ ഇരുത്തിയിട്ട് ഇനി പറയുമ്പോൾ ഒരതുപ് കാണാം, ഇതങ്ങ് തീർക്കണം. എനിക്ക് അനുവാദം അവിടുത്തെ മഹബത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. 5 മിനിറ്റ് കൊണ്ട് മുഹമ്മദിന്റെ തല നമ്മുടെ വീട്ടുമുറ്റത്തെത്തും. ആരാ പോയിട്ടുള്ളത്? ഉമർ. അപ്പൊ ഭാര്യ പറയാ, ഉമർ പോയാൽ ആ തല വീട്ടുമുറ്റത്തെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ വല്ലതും കൊടുക്കാന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 ഒട്ടകം. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, 100 പോയി 10 ഒട്ടകം നിങ്ങളെ കയ്യിലുണ്ടാ? ഉള്ള 10 പാവങ്ങളുടെ കട്ടുകൊണ്ടുവന്നല്ലേ? അപ്പൊ നമ്മളെ ഹാലൊക്കെ നമ്മളെ ഭാര്യക്ക് അറിയാല. നമ്മളിനി എന്ത് പറഞ്ഞാലും എത്ര ഉഷാറെന്ന് പറഞ്ഞാലും പൊന്നാര ഉസ്താദേ, നിങ്ങളിനിപ്പോൾ എങ്ങനെ നടന്നാലേ നിങ്ങളപ്പം എനിക്ക് തിരിയിലേ അറിയും. അതാണ് ഭാര്യയുടെ സ്ഥിതി. മുഖ്തുരി തങ്ങളുണ്ടായി, മുഖ്തുരി മാമനോട് വല്ലാതെ പറയും, നിങ്ങൾ എങ്ങനെ നടന്നാലും നിങ്ങളപ്പം എനിക്ക് തിരിയിലേ അറിയും. അപ്പോൾ ഒരിക്കൽ മഹാൻ തീരുമാനിച്ചു, ഞാൻ കാണിച്ചു കൊടുക്കുക, ഒന്ന് ഇവരെ കൊണ്ടൊന്നും മറിച്ച് പറയിപ്പിക്കണമല്ല, ഭാര്യനെ കൊണ്ടേ. നേരം വെളുത്ത് മഹതി ഇങ്ങനെ അടിച്ചു വാരാൻ മുറ്റം. അപ്പൊ ഒന്ന് പറന്ന് കാണിച്ചു കൊടുത്തു. പഴയ കഥയാണ്. ഒന്ന് പറന്ന് കാണിച്ചു കൊടുത്തപ്പോ അവിടുന്ന് എന്താ ഇങ്ങനത്തെ മഹാന്മാരൊക്കെ ലോകത്തുണ്ടാ? ഈ പെണ്ണിന്റെ ഭർത്താവാന്നറിയില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഈ കിടക്കുന്ന ആളോടെ, അപ്പോഴേക്ക് സംഭവം ആളോട് പറയാ, നിങ്ങൾ വലിയ മഹാനാണത്രേ. മഹാനൊക്കെ ഞാൻ ഒന്ന് പുറത്തൊരാളെ കണ്ടു, എന്താ പറക്കുന്നതറിയാ? എങ്ങനെ ഉണ്ടായിരുന്നു? പറയാൻ വർണ്ണിക്കാൻ കഴിയില്ല. എടി പെണ്ണെ, അത് ഞാനായിരുന്നു. എനിക്ക് അപ്പോഴേ ഉറപ്പാ ഒരു ചെരിവുണ്ടായിരുന്നു. നോക്കി നിങ്ങൾ, അതാ പെണ്ണുങ്ങൾ. ഇനി ബറ്റങ്ങളെ ഞാൻ എന്താക്കിയിട്ടും കാര്യമല്ല. അത് നമ്മൾ എത്ര ഉഷാറുള്ള വയലാട്ടെ, പ്രസംഗാട്ടെ, ഇനി എന്താവട്ടെ, നിങ്ങളപ്പം എനിക്ക് തിരിയിലേ അറിയും. അപ്പൊ പെണ്ണ് പറയാ, അതെ 100 പോയി 10 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ടാ? ഉള്ള 10 പാവങ്ങളുടെ കട്ടുകൊണ്ടുവന്നതല്ലേ? അപ്പോ മിണ്ടാതിരിയും. അത് ഉമറല്ലേ? മുഹമ്മദിന്റെ തലയുമായി വന്നാൽ ഭൂമിയിലെ ഒന്നാമൻ. പിന്നെ ഉമറിന് കൊടുക്കേണ്ടി വരില്ല. ഉമറൊന്ന് പൊക്കിയാൽ മതി. ഭാര്യ പറഞ്ഞു, പൊക്കിയാ പൊങ്ങണ സാധനമല്ല, അത് ഉമറാണ്. അതോ ദർശനത്തുനിന്ന് ഉസ്താദ്മാർക്ക് ടീച്ചർ ഉസ്താദിനൊക്കെ നല്ലോണം അറിയാം. ടീച്ചർ ഉസ്താദ് പറയാറുണ്ടോ അറിയില്ല, അവർക്കൊക്കെ നല്ലോണം അറിയാം. ഈ പൊക്കിയ പൊങ്ങണ ആചാരില്ലെങ്കിൽ ഭൂമി ഉണ്ടോ വെച്ചാൽ മതി. ഇനി 2 മാസം നല്ല റാഹത്താണ്. പിന്നെ ആചാര്യണ്ടെങ്കിൽ ആചാരില്ലെങ്കിൽ ലോകം ഉണ്ടോ വെച്ചാൽ അൽഹംദുലില്ലാഹ്. ഇനി ഷഅബാൻ വരെ ഒപ്പിക്കാം. ഷഅബാനായ ഉസ്താദ് പറയും, പോക മക്കളെ, ഈ ഹംക്കിന്റെ ഷെറ് പോക മക്ക് എന്ന് പറയും. പൊക്കിയാലേ, അത് പറയാൻ കാരണം എന്താ അറിയാം? മദ്രസ് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഇപ്പം അടുത്ത്, ആ ഉസ്താദിന് പ്രസംഗിക്കാൻ അറിയില്ല. ആ ഉസ്താദിനെ കൊണ്ട് സ്വാഗതം പറയിപ്പിച്ചതാ. അത് പ്രസിഡന്റിന്റെ പേര് ആദ്യം പറഞ്ഞില്ല, സെക്രട്ടറിയുടെ പേര്. നമ്മളെ മലപ്പുറം ജില്ലയില്ല, സെക്രട്ടറിയുടെ പേരാ പറഞ്ഞു പേര്. പക്ഷെ ഇവിടെ ഒന്നല്ല കേട്ടോ, കുറച്ച് തൃശ്ശൂരോട് ചേർന്നിട്ടാ. ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ മുസ്ലിം. ഞാൻ ഇവിടെ ഒക്കെ ദർശനത്തിൽ ജോലി ചെയ്തൊക്കെയാണ്, നല്ലോണം അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇയാളെ സെക്രട്ടറിയുടെ പേര് ആദ്യം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ്, ഒന്നുകിൽ അയാളെ അല്ലേ ഞാൻ. ഇങ്ങനെ സംഭവിച്ചു നമ്മളെ നാട്ടിൽ. അള്ളാഹു കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞാളേ. ഇതിപ്പോൾ എല്ലാത്ത കാട് കയറുന്ന അവസ്ഥ. പോട്ടെ, 10 ഉമറിനങ്ങ് പൊക്കിയാ മതി. ഭാര്യ പറഞ്ഞു, പൊക്കിയ പൊങ്ങുന്ന സാധനമല്ല. 99 ഒട്ടകം കൊടുത്തു. 100ാമത്തെ ഒട്ടകം കുറവുണ്ടെങ്കിൽ 2ാമത്തെ തല ഉമർ നിങ്ങൾ എടുക്കും കേട്ടോ. ഭാര്യ അബൂജഹലിനോട്. അപ്പഴാ അബൂജഹലിന് ബോധം വെക്കണം മക്കളെ. അബൂജഹൽ അപ്പഴാ തിരിയുന്നത്. അബൂജഹൽ എന്താ ചെയ്തതറിയോ? കുറച്ച് ഒട്ടകങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ഇത്ര ഒട്ടകങ്ങൾ കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, ഞാൻ മാറ്റുന്നു. നേരം വെളുക്കുന്നു. മക്കയിലെ പാവപ്പെട്ടൊരു മനുഷ്യൻ, അല്ലാഹു തആല ആൺമക്കളെ കൊടുത്തിട്ടില്ല, വെറും പെൺമക്കളാൽ. ആ പാവപ്പെട്ട മനുഷ്യൻ ഒട്ടകപ്പുറത്ത് വെള്ളം ചുമക്കും, മക്കയിലെ സൂക്കിൽ കൊണ്ടുപോകും. ആ മക്കയിലെ അങ്ങാടിയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഈ സാധു മനുഷ്യൻ വെള്ളപ്പാത്രവുമായി വരുന്നത് കുട്ടികൾക്ക് അരി വാങ്ങാനാണ്. ആവശ്യമില്ലെങ്കിലും ആളുകൾ അത് വാങ്ങിയിട്ട് കാശ് കൊടുക്കും. കാരണം കുട്ടികളെ പോറ്റാൻ നേരം വെളുത്ത്
മക്കയിലെ സൂക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ ചാടി വീണു. ആ മനുഷ്യനെ വലിച്ചിട്ടു. ആ മനുഷ്യന്റെ ഒട്ടകത്തെ കൊണ്ടുപോകുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ വിളിച്ചു, യാ അഹ്ല മക്ക, യാ അഹ്ല മക്ക, ഓ മക്കക്കാരെ. സിദ്ദീഖ് തങ്ങൾ കേട്ടു, എൻ്റെ അനുജന്മാരെ. സിദ്ദീഖ് തങ്ങൾ വന്നു. ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നു, എന്തു പറ്റി? വിഷയം പറഞ്ഞു. നബി തങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങൾ അതാ ഇരിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലം റസൂലുള്ളാഹ് നബി തങ്ങളാണ് മോനെ. നബി തങ്ങളോട് പറഞ്ഞാൽ തട്ടിക്കളയില്ല, അവിടുന്ന് കൈപിടിക്കും. ആ മനുഷ്യൻ ചെന്നു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എൻ്റെ ഒട്ടകത്ത് അബൂജഹൽ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ മക്കൾ പട്ടിണി കിടക്കും, വേറൊരു വഴിയുമില്ല. എൻ്റെ ഒട്ടകം അബൂബക്കർ പറഞ്ഞു അങ്ങയോട് പറഞ്ഞാൽ കിട്ടുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മോനെ നമുക്ക് പോകാം, സഹോദരാ നമുക്ക് പോകാം. അവിടുന്ന് വസ്ത്രം ധരിക്കുന്നു, എഴുന്നേൽക്കുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, നബിയേ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? യാ റസൂലല്ലാഹ് അങ്ങ് പോകല്ല നബിയേ, ഞാൻ വരുന്ന വഴിയിൽ ധീരനായ ഉമർ തിളക്കമുള്ള വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമറേ ആരുടെ തലയെടുക്കാനാണല്ലോ? ചോദിച്ചപ്പോൾ ഉമർ എന്നോട് പറഞ്ഞു, മുഹമ്മദിന്റെ തലയെടുക്കാനാണ്. അങ്ങ് പാപങ്ങളുടെ കേന്ദ്രമാണ്, അങ്ങ് പോകരുത്. റസൂലുള്ള പറഞ്ഞു, മോനെ ആരെയാ പേടിക്കേണ്ടത്? ഖാലിഖായ റബ്ബിനെയല്ലാതെ. സഹോദരങ്ങളെ, നബി തങ്ങൾ എഴുന്നേറ്റു. പാവപ്പെട്ട മനുഷ്യന്റെ കൈ പിടിച്ചു. നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് വീട്ടിന്റെ പറമ്പിലേക്ക് ചെന്നു. വീട്ടുമുറ്റത്തെത്തി, വാതിൽക്കലുമെത്തി. റഹ്മത്തുൽ ലിൽ ആലം നബി തങ്ങൾ വാതിലൊന്ന് തട്ടി. അബൂജഹലിന്റെ ഭാര്യ ചോദിക്കുന്നു, മൻ ആരാണത്? അൽ അമീൻ. 40 കൊല്ലത്തോളം അബൂജഹലിന്റെ അടുക്കളയിലുള്ളവരും വിളിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിനെ അൽ അമീൻ, അൽ അമീൻ. അബൂജഹലിന്റെ ഭാര്യ ചോദിക്കുന്നു, മൽ ആരാണത്? മോളെ അൽ അമീൻ. ആ പെണ്ണ് വീണ്ടും ചോദിച്ചു, മുഹമ്മദോ? നഅം. ആ പെണ്ണ് വന്ന വാതിലങ്ങ് തുറന്നപ്പോൾ, അന്ത ശംസുൻ അന്ത ബദറു അന്ത നൂറും ഫൗഖ നൂർ, അന്ത നൂറും ഫൗഖ നൂർ. നബി തങ്ങളെ കണ്ടതും തുറന്ന വാതിൽ അതുപോലെ അടച്ച് ഓടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന അബൂജഹൽ എന്ന ഭർത്താവിനോട് പറയുന്നു, ഭർത്താവേ എന്തിനാണ് ഉമറിനെ കാത്തിരിക്കുന്നത്? മുഹമ്മദ് അല്ലേ നമ്മുടെ വാതിൽക്കൽ, അങ്ങ് നിങ്ങൾക്ക് പോയി തലെടുത്തുകൂടെ? എന്നാൽ പിന്നെ ഉമറിന് 100 ഒട്ടം കൊടുക്കേണ്ടതുണ്ടോ? അബൂജഹൽ എന്ന ധീരൻ മുഹമ്മദോ നമ്മുടെ വാതിൽക്കലോ നമ്മുടെ പറമ്പിലോ മൂർച്ചുള്ളൊരു വാളങ്ങ് കൊടുത്തിട്ട് വേണമെങ്കിൽ തലെടുത്തോളൂ. മുഹമ്മദോ വാതിൽക്കലോ ആളിപ്പോ പോകുന്ന. അപ്പോ അബൂജഹൽ പറയടോ, ഞാൻ തന്നെയാണ് ഭൂമിയിൽ ഒന്നാമൻ. സംഭവം അബൂജഹൽ പറഞ്ഞാലേ റൂഹ് തൊണ്ടക്കുയിലെത്തുന്നത് വരെ കല്യാണം കഴിച്ച ഒരൊറ്റ മനുഷ്യൻ ഭാര്യമാരുടെ മുന്നിൽ ഭീരുവാകരുത്. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിയിലല്ല. ഉപ്പാപ്പയുടെ നസീഹത്ത് കഴിഞ്ഞ് തങ്ങൾ ഉസ്താദ് ഒരു സാദാ സയ്യിദ് കൂടിയല്ലല്ലോ, ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. അള്ളാഹു വലിയ ബറക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരെത്തി ഞാൻ പറയാം, നമ്മൾ ഇന്ന് അവിടുത്തെ ദുആ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു. ഭാര്യയുടെ കൂടെ ഇങ്ങനെ കിടക്കുക. നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ആരെ ജനാതിൽ തട്ടി. അപ്പൊ നമ്മളെ പെണ്ണി അവളങ്ങനെ തട്ടിയിട്ടേ, നമ്മളെ മലപ്പുറം ഭാഷ ഉണ്ടല്ലോ, നോക്കാണി ആരാ ജനാദിനും മുട്ടണ്. അപ്പൊ നോക്കുമ്പോ വാതിനും മുട്ടണ്. അപ്പൊ നമ്മള് ആരക്കൈക്ക് വിട്ടു നമ്മളെ. അപ്പൊ ഒന്നും കൂടെ മുട്ടുന്നു, കൊസലാന്റെ കയ്യോലെ. എന്തിനെ പറ്റിയ ബീവിങ്ങളെ? അവിടെ കിടന്നോടോ, ഞാനല്ലവിടെ. നമ്മളെ ഹാല് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. എന്നാലും പറഞ്ഞോട് പുരുഷന്മാരെ, അവിടെ കടന്നോ, ഞാൻ പടല്ലേ. എന്തൊക്കെ അറിവിറ്റങ്ങളെ ധൈര്യം എന്നറിയോ? ഇത് ആരാന്ന് വെച്ചാ അരക്കൈ കുറ്റമ്മടെ ഈ പെണ്ണ് നമ്മളെ വിശ്വസിക്കോ? അപ്പോ ഈ അബൂജഹലെ വാളങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, വേണമെങ്കിൽ തഴത്തോളൂ. അബൂജഹൽ പറഞ്ഞു, ഞാൻ തന്നോട് ഒന്നാമൻ, ഞാൻ വെറുതെ പൊക്കില്ലേ ഉമറിനെ. വാളെടുത്ത മുസ്ലിമീങ്ങളെ നബി തങ്ങളുടെ തലയെടുക്കാനാണ് ഓടി വരുന്നു. പാവപ്പെട്ടവന്റെ കൈ പിടിച്ചിട്ട് വരാന്തയിൽ അഷ്റഫുൽ ഖൽഖ് നിൽക്കുന്നുണ്ട്. അബൂജഹൽ വന്ന് വാതിലങ്ങ് തുറന്നപ്പോൾ വാള് വീണവൻ വിറച്ച് വീണു. അബൂജഹൽ ഒരു ഓട്ടം. അടുക്കളയുടെ ഭാഗത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലൂടെ വീണിട്ട്, മോനെ ചോട്ടക്കുട്ടി മോനെ, ഫബാല,
അബൂജഹൽ മൂത്രമൊഴിച്ചിട്ട് ചെറിയ ചോട്ടക്കുട്ടികളോട് പറയാം, മക്കളെ അബൂജഹൽ മൂത്രമൊഴിച്ചു. അറബി പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാരെ ഭീരുക്കളായാൽ അവരവിടെ പെട്ടിയെടുത്തവർ പോകും. ഈ പെണ്ണ് പെട്ടിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കുമ്പോൾ ഈ വീണാളുണ്ടല്ലോ അബൂജഹലെ ചോദിക്കുക, നീ എങ്ങോട്ട് അയച്ചു? ഞാൻ എൻ്റെ വീട്ടിലേക്കാണ്. ഈ നിലക്ക് മൂത്രമൊഴിച്ച് ബെടക്കാക്കിയ നിങ്ങളാ എൻ്റെ ഭർത്താവ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ അബൂജഹൽ പറയാണ്, പോകണ്ട പെണ്ണെ, ഞാനായതുകൊണ്ട് മൂത്രമൊഴിച്ചു. നിന്റെ വാപ്പയായിരുന്നുവെങ്കിൽ വേറെ വല്ലതും കാണാൻ വരുന്നു. മക്കളെ, മഞ്ഞപ്പായസം കാണാൻ വരുന്നു, മഞ്ഞപ്പായസം. കാരണം ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി അത് പറഞ്ഞതാണ്. കാരണം ഞാൻ ആ വാതിലങ്ങ് തുറന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദിന്റെ ചുമരിൽ ഗർജിക്കുന്നൊരു സിംഹം. മൂത്രമൊഴിക്കാതിരിക്കുക പെണ്ണെ. ഞാൻ തമാശ റഷീദ് ഭായ് തമാശക്ക് മാറ്റി വെക്കുന്നു. ഇനി എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് പറയാ, എൻ്റെ അനുജാ, ഏറ്റവും വലിയ ശത്രുവിൻ്റെ ചാരത്ത് ചെന്ന് നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളെ, നബി തങ്ങളുടെ തലക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ച അബൂജഹൽ എന്ന മനുഷ്യൻ വിളിച്ചു, ഓ മുഹമ്മദേ, ഓ മുഹമ്മദേ, കൂടെയുള്ളവൻ്റെ ഒട്ടകം അടുക്കളയുടെ ഭാഗത്തുണ്ട്, കൊണ്ടുപോകാം. റസൂലുള്ളാഹ് ആ പാവപ്പെട്ടവൻ്റെ കൈ പിടിച്ചു, അബൂജഹലിന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് പോയി. നബി തങ്ങൾ പറയുന്നു, മോനെ, ഏതൊട്ടകമാണ് നിങ്ങളുടെ ഒട്ടകം? അവിടെ നിന്ന് പറഞ്ഞു, ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ ഒട്ടകമാണ്. റസൂലുള്ളാഹ് പോയിട്ട് അതിന്റെ കടിഞ്ഞാൽ പിടിച്ച് ആ പാവപ്പെട്ടവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, ഓ എൻ്റെ കൊച്ചനുജന്മാരെ, ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ ചെന്ന് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ തമസ്സക ബിൻ നബി വകുല്ലു സഹബി, ആ നബി തങ്ങളെ കൽബിൽ ഇറക്കി വെച്ചുകൂടെ? ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും മഞ്ഞു പോലെയായി തീരും. ഒരു സ്ഥലത്തും അല്ലാഹു കൊടുക്കില്ല. അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ ബറക്കത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ മൽജവും അഭിമാനവും അഭയകേന്ദ്രവുമാണ്. നബി തങ്ങളുമായി എപ്പോഴും, അല്ലാഹുവിന്റെ ഹബീബുമായി മദീനയുമായി എപ്പോഴും ഒരു ചെറിയ ബന്ധം, സാധുക്കളാണ് നമ്മൾ, ഒരു ചെറിയ ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ കുടുങ്ങില്ല, പള്ളിക്കാട്ടിൽ വിഷമിക്കേണ്ടി വരില്ല, ആഖിറത്തിലും ഒരു വിഷമം അല്ലാഹു നൽകില്ല. ഈ ഒരു ഓർമ്മ എൻ്റെ അനുജന്മാർക്കുണ്ടാവണം, എൻ്റെ പെങ്ങളെ ഉണ്ടാവണം. ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു വേള മദീനയെ കുറിച്ചൊന്ന് ഓർക്കണേ എന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സമയം വൈകിപ്പിക്കുന്ന ബഹുമാനപ്പെട്ടവര് നസീഹത്ത് നൽകാനുണ്ട്. ഞാനിവിടെ നീട്ടുന്നത് ഇനി അദബ് കേടാൻ. SYS എന്ന മഹത്തായ പ്രസ്ഥാനം വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ ആരാണ് സഹോദരങ്ങളെ? SYSന്റെ കടിഞ്ഞാൻ പിടിച്ചിരുന്ന മഹാന്മാരാണ്. മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാർ. EK ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്നത് അവരൊന്നും ചില്ലറക്കാരല്ല. അവിടുത്തെ വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, ഒരാൾക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മക്കളത് എടുത്ത് വായിച്ചിട്ട് ഒരു ചെറിയ പരിഹാരം കാണണം. മക്കളെടുത്തു വായിച്ചു. അതിലുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തന മേഖലയിൽ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാ പറയുന്നറിയോ? അന്നത്തെ SYSന്റെ പ്രസിഡന്റാ പറയുന്നത്. ജീവിതത്തിൽ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു നിർബന്ധ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടതാണ്. എന്നാലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ മക്കൾ അതിനു വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം, ദുആ ചെയ്യണം. ആ മഹാന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് SYS. മാത്രമല്ല, മഹാനായ വൈലത്തൂർ പാപ്പ പറയുന്നൊരു പദമുണ്ട്. വൈലത്തൂർ പാപ്പ പറയാറുണ്ട്, AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂർ തങ്ങൾ മരിക്കാൻ നിങ്ങൾക്ക് ദുആ ചെയ്യണം. നമ്മുടെ വൈലത്തൂർ തങ്ങൾ CM വലിയ പാപ്പയുടെ പലതും ഒപ്പിയെടുക്കാൻ അവസരം ലഭിച്ചൊരു മുത്താണ്. ആ വൈലത്തൂർ പാപ്പ പറയാനുള്ള വാക്കുകൾ, AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് അതെന്താണ് തങ്ങളെ അങ്ങനെ ദുആക്കാൻ പറയുന്നത്? AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂർ തങ്ങൾ മരിച്ചാൽ AP ഉസ്താദിന്റെ നാവ് കൊണ്ട് വൈലത്തൂർ തങ്ങളുടെ ഖബർ പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വൈലത്തൂരിന്റെ ഖബർ പ്രകാശിക്കും. അത്രമാത്രം ഹസനാത്ത് ചെയ്യാൻ അവസരം ലഭിച്ച മുത്താണ് ഉസ്താദ്. ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ആ ദുആ എനിക്ക് കിട്ടുമോ? ആ ശൈഖുനയുടെ മക്കൾ, അവരാണ് SYSന്റെ പ്രവർത്തകർ. നീണ്ട 30 കൊല്ലത്തോളം, 24 കൊല്ലം ഈ പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയും 6 കൊല്ലം പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും, നീണ്ട 20 കൊല്ലത്തോളം അതിന്റെ എല്ലാമായി ഇന്നും കടിഞ്ഞാൽ പിടിക്കുന്ന അഭിവന്ദരായ ശൈഖുന. നോക്കൂ നിങ്ങൾ, മാത്രമല്ല വല്ലാത്ത
അവിടുന്ന് പഠിപ്പിച്ചല്ലാത്ത ഒരു ജീവിതത്തിലെ ഒരു ശൈലിയുണ്ട്. ജീവിതത്തിൽ ഒരു ശൈലി. അറഫാ മണ്ണിലാ സംഭവം, അറഫാ മണ്ണിലാണ് വിഷയം നടക്കുന്നത്. അവിടുന്ന് ഒരു മനുഷ്യൻ അറിയാതെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു ഹാജിയാണ്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ വിമർശിക്കുകയല്ല. ആ മനുഷ്യൻ ഉസ്താദിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ ഇക്കൊല്ലും ഇവിടെ ഉണ്ടല്ല, അറഫയിലുണ്ടല്ല, അറഫയിലെ ദുആ നീണ്ട 50 കൊല്ലത്തിലേറെ അറഫയിലെ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവസരം ലഭിച്ച വല്ലാത്തൊരു മഹാൻ. ആ ദുആ കേട്ടു. ആമീൻ ആമീൻ എന്ന് ഇയാൾ പറഞ്ഞു. കഴിഞ്ഞിട്ട് പറയാ, ഞാൻ ആ മഹാനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റൂലേ. അയാൾ ചെന്നു, ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തന്നെ പോയി പറഞ്ഞൊക്കെ പൊരുത്തപ്പെടിച്ചൂടെ. ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ വിവരമുള്ള ആളാണ്, ഞാൻ വിവരമില്ലാത്ത ആളാണ്. ഞാൻ നിങ്ങളെ കുറേ അനാവശ്യം വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരൂലേ. അപ്പോൾ നമ്മുടെ ഉസ്താദ് പറയാ, അജരെ എല്ലാം നിങ്ങളെന്ത് പറഞ്ഞതും ഞാൻ അപ്പപ്പോൾ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. ആരോടും ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ദ്വാരക്കണട്ടോ. ആ മനുഷ്യൻ്റെ ഒരു കരച്ചിൽ കാണണം. അതാണ് ഞാൻ നിർത്തുമ്പോൾ ബഹുമാനപ്പെട്ട വീട്ടി പറയാനുള്ളത്. വേങ്ങര പ്രദേശത്തുള്ള ഈ സോണിലുള്ള ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരൊറ്റ മനുഷ്യനെ കരയിപ്പിക്കരുത്, ഒരൊറ്റ മനുഷ്യനെ വേദനിപ്പിക്കരുത്, ഒരൊറ്റ മനുഷ്യനെ അല്ലാ എന്ന് വിളിക്കേണ്ടി വരരുത്, ഒരാളെയും വെറുപ്പിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കുക. വ്യക്തിപരമായി ഒരൊറ്റ മനുഷ്യനെ കരയിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ കണ്ണീര് കുടിപ്പിക്കുകയോ ചെയ്യരുതേ എന്ന് ഈ സദസ്സിനോട് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വഅദ് നിർത്തട്ടെ. ഈ മഹാന്മാരൊക്കെയും പടുത്തുയർത്തിയ ശൈഖുനാ സുൽത്താനുൽ ഉലമ തൊട്ട് മഹാനായ ശൈഖുനാ റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ വലിയാണെന്ന് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് വൈലുത്തുരുപ്പാപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മഹാന്മാരായ പണ്ഡിത മുത്തുകൾ റഈസുൽ ഉലമ തൊട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ മുഹീസുന്ന പൊന്മുൾ ഉസ്താദ് തൊട്ട് ബദുർ സാദാത്ത് ഉപ്പാപ്പ തൊട്ട് പേരോട് ഉസ്താദ് അടക്കമുള്ള ആ മഹാപാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങൾ അവരെല്ലാം ഈ പ്രസ്ഥാനം നടത്തിയവരാണ്, ഈ പ്രസ്ഥാനത്തെ അധ്വാനിച്ചവരാണ്. ഈ പ്രസ്ഥാനമാണ് ഉമ്മമാരെ നിങ്ങളെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം.